ഹായ് മക്കളെ, എല്ലാവർക്കും പൈത്തൺ ദ മാത്ത് അക്കാഡമിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫിറോസ് അഹമ്മദ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ് ICSEയുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ AP എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. മുൻപുള്ള വീഡിയോകളിലൊക്കെ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ ചാപ്റ്റർ റിവിഷൻ ആണ്. അതിനുശേഷം എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നുണ്ട്. 2024 സ്പെസിമെനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? സോൾവ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് നമ്മൾ എന്തറിയണം? എന്താണ് പ്രോഗ്രഷൻ എന്നറിയണം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് സീക്വൻസ് എന്നറിയണം. ഓക്കെ, അപ്പൊ എന്താണ് ഈ സീക്വൻസ് അല്ലെങ്കിൽ എന്താണ് ഈ പ്രോഗ്രഷൻ എന്നൊക്കെ പറയുന്നത്? സീക്വൻസ് പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയാം അല്ലെ, ഒരു പ്രത്യേക ഓർഡറിൽ നമ്മൾ എഴുതിക്കൊണ്ടു പോകുന്നതിനാണ് സീക്വൻസ്. നമ്മൾ പസിലും അതുപോലെയുള്ള സാധനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ കണ്ടുപിടിക്കുക. അപ്പൊ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന സീരീസ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീക്വൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ? A group of numbers which are arranged in a definite order. ഒരു കൃത്യമായിട്ടുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. നമ്മുടെ നാച്ചുറൽ നമുക്ക് ഒത്തിരി പാറ്റേൺസ് കാണാം. നമ്മൾ ചുറ്റിലും തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാത്തതായിട്ട് ഒന്നുമില്ല. ഓക്കെ, പാറ്റേണുകൾ നമുക്ക് ചുറ്റിലും ഒത്തിരി ഉണ്ട്. ആക്ച്വലി നമ്മളുടെ ചുറ്റിലുള്ള പലതിനും ആ ഒരു ഭംഗിയും ഒക്കെ കൊടുക്കുന്നത് എന്ത് തന്നെയാണ്? ആ ഒരു പാറ്റേൺ ആണ്. ഓക്കെ, അത് നമ്മൾ നമ്പറിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഓർഡറിൽ ഒരു പ്രത്യേക റൂളിൽ നമ്മൾ നമ്പേഴ്സുകളെ അറേഞ്ച് ചെയ്താൽ, ആക്ച്വലി നമ്പേഴ്സ് മാത്രമല്ല എലമെന്റുകൾ പലതും ആകാം. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഇവിടെ പഠിക്കുന്നത് നമ്പേഴ്സിനെ പറ്റിയാണ്. അപ്പൊ നമ്പേഴ്സുകളെ അറേഞ്ച് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സീക്വൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിതാ ഇവിടെ ഇതൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് ബോക്സസ് അടുക്കി വെച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് എത്ര ബോക്സ് ഉണ്ട്? ഒരു ബോക്സ് ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എത്ര ബോക്സ് ഉണ്ട്? ഒരു ബോക്സ് ഉണ്ട്. അടുത്ത് എത്ര ബോക്സ് ഉണ്ട് നോക്കിക്കേ? 4 ബോക്സ് ആയിരുന്നു വലിയൊരു ബോക്സ്. ഓക്കെ, അടുത്തൊരു സ്ക്വയർ ആയിട്ട് വന്നൊരു ബോക്സ്. അതിൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അടുത്തതിൽ എത്ര എണ്ണം ഉണ്ട്? അടുത്തതിൽ എത്ര എണ്ണം ഉണ്ട്? അടുത്തതിൽ 9 എണ്ണം ഉണ്ട്. അതിന്റെ അടുത്തതിൽ എത്ര എണ്ണം ഉണ്ട് നോക്കിക്കേ? 1 2 3 4 8 12 16. എത്ര എണ്ണം ഉണ്ട്? 16 ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് നോക്കുമ്പോ തന്നെ മനസ്സിലാകും ഇവിടത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തതില് എത്ര എണ്ണം ഉണ്ടായിരുന്നു? ആദ്യത്തതിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഒരെണ്ണം. രണ്ടാമത്തേൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 4 എണ്ണം. മൂന്നാമത്തേൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 9. നാലാമത്തേൽ എത്ര എണ്ണം ഉണ്ട്? 16. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടുത്തെ റൂൾ എന്താണ്? പൊസിഷന്റെ സ്ക്വയർ ആണെന്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ പൊസിഷനിൽ വരുന്ന നമ്പറുകളും അതാത് പൊസിഷനിൽ വരുന്ന നമ്പേഴ്സ് എന്താണ്? അതിന്റെ സ്ക്വയറുകളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരു പ്രത്യേക ഓർഡറിലല്ലേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്? തോന്നിയ പോലെ മിക്സ് ആയിട്ടൊക്കെയാണോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്? അല്ല, പ്രത്യേകമായിട്ടുള്ളൊരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മളിങ്ങനെ പ്രത്യേക ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു സർട്ടൈൻ റൂൾ ഇല്ലേ? ഉണ്ട്. എന്താണ് ആ റൂള്? പൊസിഷന്റെ സ്ക്വയർ ആയിരിക്കണം ആ ഒരു പൊസിഷന് കീഴിൽ വരുന്ന നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആ റൂൾ അവിടെ ഫോളോ ചെയ്യുന്നില്ലേ? യെസ്, ഇതുപോലെ ഒരു പ്രത്യേക റൂള് ഫോളോ ചെയ്ത് എഴുതുന്ന ഒരു നമ്പറുകളെയാണ്, ഗ്രൂപ്പ് ഓഫ് നമ്പറുകളെയാണ്, ഒരു ഓർഡറിൽ എഴുതുന്ന ഗ്രൂപ്പ് ഓഫ് നമ്പറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീക്വൻസസ് എന്ന് പറയുന്നത്. ഇനി ആ സീക്വൻസിലെ ഓരോ നമ്പറുകളും നമ്മളിപ്പോ വ്യത്യസ്ത നമ്പറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ നോക്കിയാൽ അറിയാം 1 4 9 16 ഒക്കെയാണ് ആ നമ്പറുകൾ. ഓക്കെ, ഈ ഓരോ നമ്പറുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ടേം. എന്താണ്? ടേം. The numbers used in a sequence are called its elements or terms. ആ ഒരു സീക്വൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ആ നമ്പറുകളെയാണ്, ഓക്കെ, ആ സീക്വൻസിൽ ഓരോ പൊസിഷനിലും വരുന്ന നമ്പറുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എലമെന്റുകൾ അല്ലെങ്കിൽ ടേംസ് എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ടേംസ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കേട്ടാൽ മനസ്സിലാക്കുക, ഏതോ ഒരു സീക്വൻസിന്റെ ആൾക്കാരെയാണ് പറയുന്നത്. ആക്ച്വലി സീക്വൻസിന്റെ അതിലെ പലതിലും നമ്മൾ ഇതുപോലെ വിളിക്കുന്ന ഓരോരുത്തരെയും ടേംസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് പ്രോഗ്രഷൻ. അപ്പൊ നമ്മൾ സീക്വൻസ് കണ്ടു, ഇനി നമ്മൾ എന്തിലോട്ട് പോവുകയാണ്? പ്രോഗ്രഷനിലേക്ക് പോവുകയാണ്. AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ നമ്മൾ എന്തിലേക്ക് പോകണം? പ്രോഗ്രഷനിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ എന്താണ് ഈ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്? A progression is a sequence of numbers whose each term is related to its predecessor and successor by a uniform law. Okay, അതായത് അതിന് തൊട്ട് മുമ്പുള്ള ആൾക്കും തൊട്ട് ശേഷമുള്ള ആൾക്കും ആയിട്ട് ആര് കണക്റ്റഡ് ആവുന്നുണ്ട്? നമ്മളുടെ ആ ഒരു മിഡിൽ ടേം, അതിന്റെ ഇടയ്ക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു മൂന്നാമത്തെ ടേം എടുത്താൽ മൂന്നാമത്തെ ടേമിന് ആരുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട്? അതിനു മുമ്പുള്ള ആള് സെക്കൻഡ് ടേമുമായിട്ട് കണക്ഷൻ ഉണ്ട്, അതിന് ശേഷമുള്ള ആള് തേർഡ് ടേമുമായിട്ടും കണക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരെയാണ് പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. അതും വെറുതെ തോന്നിയ പോലെ കണക്ട് ചെയ്താൽ പറ്റോ? ഇല്ല, ബൈ എ യൂണിഫോം ലോ. ഓക്കെ, ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ലോ തന്നെ വേണം. ഓക്കെ, അതായത് സെക്കൻഡ് ടേമിന്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, തേർഡ് ടേമിന്റെ കൂടെ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വേണം, ഫോർത്ത് ടേമിന്റെ കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വേണം തേർഡ് ടേം കിട്ടാൻ. ഓക്കെ, സെക്കൻഡ് ടേമിന്റെ കൂടെ നമ്മളിപ്പോ 5 കൂട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടേമിന്റെ കൂടെ 5 കുറയ്ക്കുമ്പോൾ വേണം തേർഡ് ടേം കിട്ടാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമ്മള് ഇവിടെ നിന്ന് എങ്ങനെയാണോ ഇങ്ങോട്ട് ജമ്പ് ചെയ്തത് അതുപോലെ ഇവിടെ നിന്ന് അപ്പുറത്തോട്ടും ജമ്പ് ചെയ്യണം. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോ അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, ഡിവിഷൻ ആകാം, വേറെ എന്തെങ്കിലും സെപ്പറേറ്ററിലോ ആകാം, എന്തുമാകാം, ഓപ്പറേഷനും ആകാം. പക്ഷെ തൊട്ട് മുമ്പത്തെ ആളുടെ എങ്ങനെയാണോ ഇങ്ങോട്ട് ചാടിയത് അതേപോലെ ആയിരിക്കണം ഇവിടെ നിന്ന് അങ്ങോട്ടും ചാടേണ്ടത്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല പറഞ്ഞ് ജസ്റ്റ് വെറും പ്രോഗ്രഷൻ. അപ്പൊ ഒരു പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം ലോ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. തൊട്ടു മുമ്പത്തെ ആളുടെ എങ്ങനെയാണ് ഇങ്ങോട്ട് ജമ്പ് ചെയ്തത്, ഏത് ലോ ഉപയോഗിച്ചാണോ ജമ്പ് ചെയ്തത് അതേ ലോ ഉപയോഗിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടും ജമ്പ് ചെയ്യാൻ പറ്റണം. ആ ഒരു യൂണിഫോം ലോ അവിടെ കീപ്പ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ചാപ്റ്ററിന്റെ മെയിൻസ് ആണ്. മറ്റേ ജസ്റ്റ് വെറും ബേസിക്സ് ആണ്. നിങ്ങൾ എന്താണെന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അറിയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയൊരു സംഗതി മാത്രമാണിത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, ആൻഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ is a sequence of numbers in which each term can be obtained by adding a certain quantity to its preceding term. ഓക്കെ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഇറ്റ്സ് എ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ. ഓക്കെ, അതിനെയാണ് അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അത് കൂട്ടിക്കൊണ്ട് പോകുന്നു അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് പോകുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന പ്രോഗ്രഷനെയാണ് എന്തെന്ന് പറയുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണ്? അതൊരു സീക്വൻസ് ആണ്. സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഓർഡറും ഉണ്ട്, റൂളും ഉണ്ട്. ഓക്കെ, ഓർഡർ, കൃത്യമായിട്ടുള്ള ഓർഡറിൽ വേണം നമ്മൾ ആ സാധനം അറേഞ്ച് ചെയ്യാൻ. അരിത്തമെറ്റിക് സീക്വൻസ് ഒരു ഓർഡറിൽ വേണം അറേഞ്ച് ചെയ്യാൻ, അല്ലാതെ തോന്നിയ പോലെ മിക്സ്ഡ് അപ്പ് ആക്കിയൊന്നും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ്. അതിലെ നമ്പേഴ്സുകളുടെ റൂൾ എന്താണ്? Each term can be obtained by adding a certain quantity to its preceding term. തൊട്ട് മുമ്പത്തെ ആളുടെ ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കണം കൂട്ടിപ്പോകേണ്ടത്. അതാണ് എന്ത് ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റൂൾ എന്താണ്? തൊട്ട് മുമ്പുള്ള ആൾ. അപ്പൊ നമുക്ക് ആരുടെ തുടങ്ങാം? നമുക്ക് ഇഷ്ടമുള്ള നമ്പറിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പറിൽ നിന്ന് തുടങ്ങാം. തുടങ്ങുന്ന ആള് നമുക്ക് തോന്നിയ നമ്പറിൽ തുടങ്ങാം. പക്ഷേ തുടങ്ങിയതിന് ശേഷം നമ്മൾ കൂടി പോകുന്നത് എന്തായിരിക്കണം? ഫിക്സഡ് ആയിരിക്കണം. ഇവിടെ ആപ്പിളുകളെ നോക്കിക്കേ, ആപ്പിളുകൾ നമ്മൾ ഇവിടെ നിന്ന് 2 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ എത്രയെന്നാ സ്റ്റാർട്ട് ചെയ്തത്? 2 നിന്നാണ് ആപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് ഇഷ്ടമുള്ള ഏതെന്നാണ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 2 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് എത്ര ജമ്പ് ചെയ്ത അടുത്ത് ഇപ്പുറത്തോട്ട് എത്തിയേ? 2 ആഡ് ചെയ്താണ് പോയത്. ഓക്കെ, അടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴും 2 ആഡ് ചെയ്ത് പോയി. അപ്പൊ ഈ നമ്പറുകൾ ഇവിടെ തന്നിട്ടുള്ള ഈ നമ്പറുകൾ എന്തിലാണുള്ളത് മക്കളെ? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണുള്ളത്. ഓക്കെ, എന്തിലാണുള്ളത് മക്കളെ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. നോക്കിക്കേ, ഇവിടെ നിന്നും എല്ലായിടത്തുനിന്നും 2 ജമ്പ് ചെയ്താണ് പോയത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതില് സക്സീഡിങ് ടേം മൈനസ് പ്രിസീഡിങ് ടേം, തൊട്ട് മുമ്പിലുള്ള ആളുടെ പിമ്പിലുള്ള ആള് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം മക്കളെ? ഇവിടുത്തെ ഡിഫറൻസ് ഫിക്സഡ് ടേം തന്നെ കിട്ടണം. ഒരു ഫിക്സഡ് ടേം കിട്ടണം. ഇവിടെ നമുക്ക് എന്ത് കിട്ടണം? 2 കിട്ടണം. ഓക്കെ, നോക്കിക്കേ, 4 - 2 2,
6 - 4 2, 8 - 6 2, 10 - 8 2, 12 - 10 2, 14 - 12 2, 16 - 14 2. അപ്പൊ ആ ഒരു 2 തന്നെയാണ് നമുക്ക് എല്ലായിടത്തും കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്ന മക്കളെ? കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ എന്താണ് കോമൺ ഡിഫറൻസ്? ഇൻ എൻ AP the difference between two consecutive terms is called its common difference. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ആഡ് ചെയ്തു പോയ ഫിക്സഡ് നമ്പർ ഉണ്ടല്ലോ മക്കളെ, ആ ഫിക്സഡ് നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ആ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? അടുത്തടുത്തുള്ള രണ്ട് ടേമുകൾ എടുത്തിട്ട് അവർ തമ്മിൽ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ? കോമൺ ഡിഫറൻസ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് D ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത്, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം മക്കളെ? 2 ആണെന്ന് പറയാം. കാരണം ഏതൊരു അടുത്തടുത്ത രണ്ട് ടേമുകൾ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? 2 കിട്ടത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിലെ ഓരോ ടേമുകളെ, ഓക്കെ, നമ്മളെ കോൺസിക്യൂട്ടീവ് ടേംസുകളെ ഇതിലെ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഓരോ ടേമുകളെയും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? T1, T2, T3, T4 അങ്ങനെ പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? ഇത് T1 ആണ്, ഇതെന്താണ്? T2 ആണ്, ഇതെന്താണ് മക്കളെ? T3 ആണ്, ഇതോ T4 ആണ്, ഓക്കെ, ഇത് T5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് T7 എന്ന് പറഞ്ഞേ. T7 എത്രയായിരിക്കും? ഇതല്ലേ മക്കളെ T7? T5, T6, T7. ഓക്കെ, അപ്പൊ T7 അഥവാ 7th ടേം എത്രയാണ്? 14 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇതുപോലെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇതെന്തായിരിക്കും? ഇതാണ് T8 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ടേമുകളെ ഡിനോട്ട് ചെയ്യുന്നത്. T1, T2, T3 എന്ന് പറഞ്ഞാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ടേമുകളെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അതിന്റെ ഫസ്റ്റ് ടേം നമുക്ക് കോമൺ ഡിഫറൻസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം നമുക്ക് ഏത് നമ്പർ വേണോ ആകാം, പക്ഷെ ഒരു സീക്വൻസിന്റെ ബാക്കി പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് രണ്ടാൾക്കാരെ കണക്ട് ചെയ്താണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് കോമൺ ഡിഫറൻസും, രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫസ്റ്റ് ടേമും. കാരണം നമ്മൾ ഫസ്റ്റ് ടേം ഇപ്പൊ സപ്പോസ് 2 കൊണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇതാണ്. ഇനി 2 നമ്മൾ മാറ്റി നിർത്തി, 4 കൊണ്ട് തുടങ്ങുമ്പോൾ കിട്ടുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താ? ഇതാണ്. അതിൽ 2 ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ T1, T2 യുടെ പൊസിഷൻ മാറും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് രണ്ടാൾക്കാരാണ് ഇമ്പോർട്ടൻസ്, കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം അഥവാ T1 എന്താണ് മക്കളെ? 2 ആണ്. ഇനി ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുന്ന മറ്റൊരു ലെറ്റർ ആണ് എന്ത്? A എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ആൽഫബറ്റ് അല്ലെ, അതാണ് A. അപ്പൊ അത് തന്നെയാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്ന? ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്രയാണ് മക്കളെ? 2 ആണ്. കിട്ടിയല്ലോ? അപ്പൊ ഐഡിയ കിട്ടിയല്ലോ? അപ്പൊ കുറച്ച് സീക്വൻസുകൾ തന്നിരുന്ന അല്ലെങ്കിൽ പ്രോഗ്രഷൻ തന്നിട്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ എങ്ങനെ ചെയ്താൽ മതി? അതിന്റെ കോൺസിക്യൂട്ടീവ് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കുക. സെയിം ആണെങ്കിൽ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്, അല്ല എന്നുണ്ടെങ്കിൽ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല. ഇനി അങ്ങനെ ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന ഫിക്സഡ് നമ്പറിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്ന കോമൺ ഡിഫറൻസ്. ആദ്യത്തെ നമ്പറിനെയാണ് ഫസ്റ്റ് ടേം എന്ന് വിളിക്കുന്നത് അഥവാ A എന്ന് പറയുന്നത്. ഇനി ടേമുകൾ ഡിനോട്ട് ചെയ്യുന്ന T1, T2, T3 എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ജനറൽ ടേം ഓഫ് എൻ AP, ഒരു APയുടെ ജനറൽ ടേം എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണെന്ന് മക്കളെ നമ്മൾ എന്താ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ എന്തെടുക്കാം? ലെറ്റ് ദ ഫസ്റ്റ് ടേം ഓഫ് എൻ AP be A. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് A ആയിട്ട് എടുക്കാം. ആൻഡ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് be D. കോമൺ ഡിഫറൻസ് എന്തായിട്ട് എടുക്കാം? D ആയിട്ട് എടുക്കാം. The terms of the AP can be taken as. അങ്ങനെയെങ്കിൽ ആ APയുടെ ടേമിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ടേം A. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം, ഓക്കെ, T1, T2 ആണ്. ജസ്റ്റ് ആദ്യം ഒന്നുമില്ല, T1, ഓക്കെ, T2, T3, T4 അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ടേം എങ്ങനെയാ നോക്കണേ? ഫസ്റ്റ് ടേം നമുക്ക് A ആയിട്ടാണ് എടുത്തത്. സെക്കൻഡ് ടേം എങ്ങനെ വരും മക്കളെ? ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്ത് കൂട്ടണം? D കൂട്ടണം. അപ്പൊ എയുടെ കൂടെ എത്ര കൂട്ടണം? D കൂട്ടണം. അപ്പൊ A പ്ലസ് D വരും. തേർഡ് ടേം എങ്ങനെ വരും? A പ്ലസ് 2D വരും. ഓക്കെ, D എന്ന് പറഞ്ഞാൽ 1D ആണ് കേട്ടോ. അതെങ്ങനെ വന്ന് 2D കിട്ടി? എങ്ങനെയാണ്? A പ്ലസ് ഡിയുടെ കൂടെ D കൂട്ടണം. ഓക്കെ, തൊട്ട് മുമ്പുള്ള ആളുടെ കൂടെ D കൂട്ടണം. അപ്പൊ A പ്ലസ് ഡിയുടെ കൂടെ D കൂട്ടിയാൽ എന്ത് വരും? A അങ്ങനെ തന്നെ കിടക്കും. D പ്ലസ് D എന്താകും? 2D ആകും. അങ്ങനെയാണെങ്കിൽ അടുത്ത എത്രയായിരിക്കും വരുന്ന മക്കളെ? A പ്ലസ് 2Dയുടെ കൂടെ എന്ത് കൂട്ടണം? D കൂട്ടണം. A പ്ലസ് 2Dയുടെ കൂടെ D കൂട്ടിയാൽ 2D പ്ലസ് D. 2D പ്ലസ് D എത്രയാ? 3D ആണ്. അപ്പൊ എന്ത് കിട്ടും? A പ്ലസ് 3D എന്ന് പറഞ്ഞു കിട്ടും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ T10 എത്രയായിരിക്കും വരുന്ന മക്കളെ? T10 നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ ടേം ആയിരുന്നപ്പോ D ഇല്ല, രണ്ടാമത്തെ ടേം ആയപ്പോ 1D, മൂന്നാമത്തെ ടേം ആയപ്പോ 2D, നാലാമത്തെ ടേം ആയപ്പോ 3D. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ടേം ആകുമ്പോ എത്ര D വരും? 9D വരും. ഒരാൾ കുറവല്ലേ ഡിക്ക് വരുന്നത്? 9D വരും. ഇനി A ഉണ്ടാകോ? നോക്കിക്കേ, എല്ലാവർക്കും A ഉണ്ട്. ഓക്കെ, അപ്പൊ 10ാമത്തെ ടേമിന് എന്തുണ്ടാകും? A ഉണ്ടാകും. ഓക്കെ, A ഉണ്ടാകും പ്ലസ് എത്ര D ഉണ്ടാകും? 9D ഉണ്ടാകും. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാൽ ഓക്കെ, nth ടേം Tn. ഓക്കെ, nth ടേം എന്ന് പറയുന്നത് എങ്ങനെ വരും മക്കളെ? നോക്കിക്കേ, ഏതൊരു ടേം എടുത്താലും അതിൽ എന്തുണ്ട്? A ഉണ്ട്. ഓക്കെ, കൂടാതെ എത്ര D ഉണ്ട്? ഒരെണ്ണം കുറഞ്ഞ D ഉണ്ട്. അപ്പൊ Tn എന്ന് പറയുമ്പോ എത്ര D ഉണ്ടാകണം? n-1 D ഉണ്ടാകണം. ഓക്കെ, 100 ആകുമ്പോ 99D. ഓക്കെ, ഒരെണ്ണം കുറവാണ്, 100-1 അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ 10-1 D ആണുള്ളത്. അതുപോലെ n ആകുമ്പോ എത്ര D ഉണ്ടാകണം? n-1 D ഉണ്ടാകണം. ഓക്കെ, അപ്പൊ Tn ന്റെ ഫോർമുല എങ്ങനെ എഴുതാം? Tn = A + n-1D. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? ജനറൽ ടേം. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്ന? ജനറൽ ടേം ഓഫ് എൻ AP എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ ടേം എങ്ങനെയാണ്? Tn = A + n-1D. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയിൽ ഒന്നാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യത്തിൽ T7, T8 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്, 8th ടേം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റുക? T8 എന്ന് പറഞ്ഞാണ് 8th ടേം ആണ് പറയുന്നതെങ്കിൽ T8 = A + 7D എന്നുള്ളത് എഴുതാൻ പഠിക്കുക. ഓക്കെ, അതപ്പൊ തന്നെ മാറ്റി എഴുതാം. എന്നിട്ട് അതിൽ നിന്ന് എയും ഡിയും ഒക്കെ നമുക്ക് എയും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് സീക്വൻസും എഴുതാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ നോക്കുക? എപ്പോഴും എയും ഡിയും കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് 2-3 ഫോർമുലാസും 2-3 കാര്യങ്ങളും പറയാൻ പറ്റും. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് n കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല പറയാം. n കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് Tn ഇവിടെ ഉണ്ട്, A പുറത്തോട്ട് മൈനസ് A. ഓക്കെ, ബൈ എന്തുണ്ട്? D ഉണ്ട് പ്ലസ് 1 ഉണ്ട്. ഓക്കെ, A പുറത്ത് വരുമ്പോ -A ആകും, ഇൻറ്റു D പുറത്ത് വരുമ്പോ /D ആകും, എന്നിട്ട് ലാസ്റ്റ് ഈ -1 ഇപ്പുറത്ത് വരുമ്പോ +1 ആകും. ഇതാണ് n കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതേ ഫോർമുല തന്നെയാണ് നിങ്ങൾ എന്തിന് യൂസ് ചെയ്യുന്നത്? ഒരു ടേം ആ സീക്വൻസിൽ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം n എന്ന് പറയുന്നത് എണ്ണമാണ്. എണ്ണം എപ്പോഴും നാച്ചുറൽ നമ്പറേ വരാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡെസിമൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം ഈ എടുത്ത നമ്പർ എന്ന് പറയുന്നത് ആ സീക്വൻസിലെ ടേം അല്ല എന്നുള്ളതാണ്. കാരണം എയും ആ സീക്വൻസിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനമാണ്, D എന്ന് പറയുന്നതും അതിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അതിലൊന്നും എറർ പറ്റത്തില്ല. അപ്പൊ എറർ പറ്റിയത് ആരിലായിരിക്കും? Tn-ലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഒരു നമ്പർ തന്നിട്ട് അത് ആ സീക്വൻസിൽ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ സീക്വൻസിൽ എത്രാമത്തെ ആള് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഏത് ഫോർമുല ഡയറക്റ്റ് യൂസ് ചെയ്യാം? ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. ഇതിൽ ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, സെയിം ഇതിൽ നിന്ന് തന്നെയാണ് നമ്മളിത് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി D കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്, D നമുക്കറിയാം കോമൺ ഡിഫറൻസ് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനി അതിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരെണ്ണം കൂടെ പറയാം. D എന്ന് പറയുന്നത് സം Tm - Tn/m-m. ഓക്കെ, ഏതെങ്കിലും രണ്ട് ടേമുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ പൊസിഷൻസുമായിട്ട് ഡിവൈഡ് ചെയ്താൽ, ഓക്കെ, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? D കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് ചെയ്യുന്ന മോഡൽ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 ഡിഫറെന്റ് ടേമുകൾ തന്നിട്ടുണ്ടാകും, എന്നിട്ട് D കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ Tm-നെ നിങ്ങൾ എങ്ങനെ എഴുതുക? A + m-1D എന്നുള്ള മോഡൽ. ഇപ്പൊ T8ഉം T7 ഒക്കെയാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. T8 ഒരു T11 ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. T8-നെ A + 7D എന്ന് എഴുതാം. ഓക്കെ, 11th ടേമിനെ T11-നെ എങ്ങനെ എഴുതാം? A + 10D എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, എന്നിട്ട് അവർ തമ്മിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഈ 2 ഇക്വേഷൻസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എയും എയും ക്യാൻസൽ ആയി പോകും. 11D - 7D എന്ന് പറയുന്നത് 10D - 7D എന്ന് പറയുന്നത് 3D ആകും. ഓക്കെ, അപ്പൊ 3D = സം നമ്പർ കിട്ടും. അതേ ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ D കിട്ടും. എന്നിട്ട് അതെടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയും കണ്ടുപിടിക്കുക. ഈ ഒരു മോഡലാണ് നിങ്ങൾ കൂടുതലും വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ആ വഴി കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയുന്ന സാധനം നമ്മള് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നെ 2 ടൈപ്പ് പറയാറുണ്ട്, ഫൈനൈറ്റും ഇൻഫൈനൈറ്റും. ഓക്കെ,
വേറെ ഒന്നുമില്ല. ഫൈനൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് നമ്പർ, ഇൻഫൈനൈറ്റ് അങ്ങ് പൊക്കോണ്ടിരിപ്പുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഫൈനൈറ്റിൽ തന്നെ നമ്മുടെ ലാസ്റ്റ് ടേം നമ്മൾ എല്ലായിട്ട് എടുക്കുന്നുണ്ട്. n നമ്പർ ഓഫ് ടേംസ് ഉള്ള സീക്വൻസ് ആണ്. ഓക്കെ, ഇഫ് എൻ AP ഹാസ് ഓൺലി n ടേംസ്, n നമ്പർ ഓഫ് ടേംസേ ഉള്ളൂ. അടുത്ത nth ടേം ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ടേം ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ thus for an AP with ഫസ്റ്റ് ടേം A, കോമൺ ഡിഫറൻസ് D ആണെങ്കിൽ ഓക്കെ നമ്പർ ഓഫ് ടേംസ് n ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേം എന്തായിരിക്കും ഫോർമുല? A plus n minus 1D. പ്രത്യേകിച്ച് ഒന്നുമില്ല, nth ടേം കണ്ടുപിടിക്കുന്ന സെയിം തന്നെ. ഓക്കെ, n നമ്പർ ഓഫ് ടേംസ് മാത്രമേ അതിലുള്ളൂ എങ്കിൽ ലാസ്റ്റ് ടേം എന്തായിരിക്കും? nth ടേം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ഇതൊക്കെ വൃത്തിക്കൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫോർമുല എന്ന് പറയുന്നത് സം ഓഫ് n ടേംസ് ഓഫ് എൻ AP ആണ്. ഓക്കെ, സം ഓഫ് n ടേംസ് ഓഫ് എൻ AP ആണ്. n നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ 1 മുതൽ n വരെയുള്ള ആൾക്കാരുടെ സമ്മാണ്. എന്താണ്? 1 മുതൽ n വരെയുള്ള ആൾക്കാരുടെ എന്താണ്? സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല കാര്യങ്ങളൊക്കെയാണ്. ഈവൻ ഇത് നിങ്ങൾക്ക് ഏതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണക്ട് ചെയ്ത് വരുന്ന ചാപ്റ്ററിലും ചോദിക്കും. ഇത് നിങ്ങൾക്ക് n കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, ടേമിൽ നിന്ന് n കണ്ടുപിടിക്കാം. ടേം വന്നിട്ട് n കണ്ടുപിടിക്കാൻ ഈസിയാണ് കുറച്ചും കൂടെ. ഓക്കെ, അത് നമുക്ക് ലീനിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. n കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടെ ഒരു ഫോർമുല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതേസമയം സമ്മ് തന്നിട്ട് n നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതില് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് n ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കിട്ടും. അത് സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? സം ഓഫ് n ടേംസ് ഓഫ് എൻ AP. APയുടെ n ടേമുകളുടെ സമ്മിന്റെ ഫോർമുല. ലെറ്റ് ഫോർ ദ ഗിവൺ AP, തന്നിട്ടുള്ള APയിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A ആണ്, കോമൺ ഡിഫറൻസ് D ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേംസ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് n ഉം ലാസ്റ്റ് ടേം L ഉം ആയിട്ട് എടുത്താൽ സമ്മ് കണ്ടുപിടിക്കാനുള്ള 2 ഡിഫറെന്റ് ഫോർമുലാസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് Sn ഈക്വൽ ടു n/2 into A plus L ആണ്. n/2 into A plus L ആണ്. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. ഫോർമുല പഠിച്ചിരിക്കുക. ഓക്കെ, ഫോർമുല കിട്ടിയൊന്നുമില്ല, നമ്മൾ ആ ഒരു സീക്വൻസ് അങ്ങനെ എഴുതിയിട്ട് നമ്മൾ അതിനെ 2 പ്രാവശ്യം ആഡ് ചെയ്താൽ, ഒന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടും മറ്റേത് തിരിച്ചും വെച്ച് നമ്മൾ ആഡ് ചെയ്താൽ, സീക്വൻസ് തിരിച്ചു ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു മോഡൽ കിട്ടും. 2Sn equal to n times 2A plus n minus 1D എന്ന് പറഞ്ഞ് കിട്ടും. അതിൽ Sn കണ്ടുപിടിക്കാം ബൈ 2 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. അപ്പൊ ഈ ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യാൻ നല്ല വൃത്തിക്ക് അറിഞ്ഞിരിക്കുക. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാനുള്ള 2 ഫോർമുലയാണ്. Sn equal to n/2 into A plus L. L എന്ന് പറയുന്ന nth ടേമിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം പ്ലസ് nth ടേം ഇൻറ്റു n/2 ചെയ്താൽ സം ഓഫ് n ടേംസ് കിട്ടും. ഇനി മറ്റൊരു ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? Sn equal to n/2 into 2A plus n minus 1D. ഇവിടെ നിങ്ങൾ ആ വാല്യൂ കൊടുത്തേ. L എന്ന് പറഞ്ഞാൽ എന്താണ്? A plus n minus 1D. A plus A 2A ആകും. ബാക്കി n minus 1D അങ്ങനെയാണ്. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് nth ടേമും എയും അറിയാന്നുള്ള സിറ്റുവേഷനിൽ ആദ്യത്തെ ഫോർമുല ഉപയോഗിക്കുക. ഇനി nth ടേമും എയും അറിഞ്ഞുകൂടാ എങ്കിൽ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കാം. ഒന്നുകിൽ രണ്ടാമത്തെ ഫോർമുല ഡയറക്റ്റ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം കണ്ടുപിടിച്ചതിന് ശേഷം എല്ലിന്റെ വാല്യൂ nth ടേം കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യത്തെ ഫോർമുല ഇട്ട് കൊടുത്ത് ചെയ്യാം. ഓക്കെ, ഇത് സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിൽ ഏത് വേണം ഉപയോഗിക്കാം. പക്ഷെ എന്നോ എയോ ഡിയോ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചാൽ ശ്രദ്ധിക്കുക, എന്നോ എയോ കണ്ടുപിടിക്കേണ്ടത് ലാസ്റ്റ് ടേം തന്നിട്ടുള്ള ചോദ്യത്തിലാണെങ്കിൽ ആദ്യത്തെ തന്നെ യൂസ് ചെയ്യുക, രണ്ടാമത്തെ യൂസ് ചെയ്താൽ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആകത്തേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ് n കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സമ്മ് കണക്ട് ചെയ്യുന്നതാണെങ്കിൽ ഏത് ഫോർമുല ഉപയോഗിക്കുക? ഈ ഒരു ഫോർമുല ഉപയോഗിക്കുക. ഓക്കെ, കാരണം വേറൊന്നും കൊണ്ടല്ല, സമ്മ് കണ്ടുപിടിക്കേണ്ടതില് നമുക്ക് എന്നും ലാസ്റ്റ് ടൈം ഒക്കെ അറിയാമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാം? TNന്റെ ഫോർമുല ആണെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇല്ല നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. സമ്മും ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും മാത്രം അറിയാം, n കണ്ടുപിടിക്കണം എന്നൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം? ആദ്യത്തത് ഉപയോഗിക്കാം. പക്ഷെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഇതാണ്. കാരണം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമുല മോഡലൊക്കെ വരുന്ന ടൈപ്പ് ചോദ്യം ഇതാണ്. അപ്പൊ നമുക്ക് n കണ്ടുപിടിക്കാനുള്ള ചോദ്യത്തിൽ കൂടുതലും അവര് ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ടാകും, D തന്നിട്ടുണ്ടാകും, സം ഓഫ് n ടേംസ് തന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാകും. എന്നിട്ട് അത് വെച്ചായിരിക്കും കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുക. എന്നിട്ട് ഇത് ഉപയോഗിച്ച് ഇക്വേഷൻ ചെയ്തു വരുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? n-ന്റെ വാല്യൂ കിട്ടും. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എടുക്കാനൊക്കെ നല്ല വൃത്തിക്ക് അറിഞ്ഞിരിക്കണേ മക്കളെ. എങ്ങനെയാണ്? നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും. പിന്നെ ഇത് ബ്രാക്കറ്റിന്റെ അകത്തോട്ട് എടുക്കുക, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണ്.
ആ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ഒരു ഇക്വേഷൻ എഴുതി വരുമ്പോൾ അവിടെ ബ്രാക്കറ്റ് മുകളിൽ കിടന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് താഴെ ഇടാൻ പഠിക്കുക. ഇനി ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ അകത്തോട്ട് എടുത്ത് എല്ലാം സോൾവ് ചെയ്ത് അതനുസരിച്ചൊക്കെ ചെയ്യാനുള്ളതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ആവുക. പലർക്കും പറ്റുന്ന ഒരു സാധനം ചെയ്യത്തില്ല, അറിയാന്ന് വിചാരിക്കും, നമ്മൾ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ കൺഫ്യൂഷൻസ് വരും. അത് അങ്ങനെ വരോ ഇങ്ങനെ വരോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരും. അതുകൊണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി സമ്മ് കണക്ട് ചെയ്ത് പറയേണ്ട വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ടേം S1 എന്ന് പറയുന്നത് എന്താണ്, ആദ്യത്തെ ടേമിന്റെ സമ്മാണ്. ആദ്യത്തെ ടേം എന്ന് പറയുമ്പോൾ അവിടെ എത്ര ടേമേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. സോ S1 എന്ന് പറയുന്നത് എക്ക് തുല്യമായിരിക്കും. ഇനി S2 എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും, നോക്കിക്കേ മക്കളെ. S2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം. ഓക്കെ, S2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം. അപ്പൊ S2 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും, T1 പ്ലസ് T2 ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് T2 എങ്ങനെ കണ്ടുപിടിക്കാം, T2 ഈക്വൽ ടു നമുക്കറിയാം S1 എന്ന് പറഞ്ഞാൽ T1 ആണ്. അപ്പൊ T2 ഈക്വൽ ടു എന്താണ്, S2 മൈനസ് S1 ആണ്. ആദ്യത്തെ രണ്ടാൾക്കാരുടെ സമ്മിൽ നിന്ന് ആദ്യത്തെ ആൾ വരെയുള്ളതിന്റെ സം ഒഴിവാക്കിയ രണ്ടാമത്തെ ആള് മാത്രമായിട്ട് കിട്ടും. ഇതുപോലെ T3 എന്താണ്, T3 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ആൾക്കാരുടെ സമ്മിൽ നിന്ന് ആദ്യത്തെ 2 ആൾക്കാരുടെ സം എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, 3 പേരുടെ സം എന്താണ്, T1, T2, T3. ഇതാണ് S3 എന്ന് പറയുന്നത്. ഇത്രയും പേരാണ് S3. അതിൽ നമ്മള് ഇത് എന്താണ്, S2 ആണ്. ഇതെന്താണ്, S3 ആണ്. ഇത് S2 ആണ്. S3യിൽ നിന്ന് S2 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, T3 കിട്ടും. ഓക്കെ, ഇതുപോലെ നമുക്ക് ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് TN ഈക്വൽസ് SN മൈനസ് SN-1. N വരെയുള്ള ആൾക്കാരുടെ സമ്മിൽ നിന്ന് അതിൽ നിന്ന് 1 കുറഞ്ഞ ആൾക്കാർ വരെയുള്ള സമ്മ് റിമൂവ് ചെയ്താൽ നമുക്ക് ആ nth ടേം കിട്ടും. ഈ ഒരു സാധനം കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വലിയ ഇക്വേഷനോ വല്ല ഫോർമുല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഫോർമുലാസ് അറിഞ്ഞിരിക്കുക, അതുപോലെ ഈ ഫോർമുലാസ് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധനം T8, T9 എന്നൊക്കെ പറഞ്ഞു തന്നാൽ അതിന് A+70, A+80 എന്നൊക്കെ എളുപ്പം എഴുതുക. നമുക്ക് പലപ്പോഴും തോന്നും അത് എഴുതിയാൽ കിട്ടൂലേ, ഇത് വേറെന്തോ വലിയ സംഭവമല്ലേ, സമ്മ 2 ടേമുകൾ തമ്മിലുള്ള സമ്മക്കല്ലേ, ഞാൻ സംഭവമല്ലേ, മാങ്ങയാണ് ചക്കയാണ് തേങ്ങയാണ് എന്നൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, പക്ഷെ അപ്പോഴൊക്കെ എന്ത് ചെയ്യുക, അത് എഴുതുക. എഴുതി നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ ആനക്കാര്യമൊന്നുമല്ല, സിമ്പിൾ ആയിട്ട് കിട്ടാനുള്ള സാധനമാണ്. നിങ്ങൾ വെറുതെ എന്താണ് കാട് കയറി ചിന്തിച്ചതാണെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് 3 or more terms in AP. ഒരു AP-യുടെ 3 അതിലധികമോ ടേമുകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സാധനം. വരുന്നൊരു വേറൊരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്, 3 ആൾക്കാരുടെ സം ഇതാണ്, പ്രൊഡക്റ്റ് ഇതാണ്, അല്ലെങ്കിൽ 4 ആൾക്കാരുടെ സം ഇതാണ്, അവരുടെ 2 ടേമുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പൊ 3 കോൺസിക്യൂട്ടീവ് ആൾക്കാരെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നമുക്കറിയാം 3 കോൺസിക്യൂട്ടീവ് ആൾക്കാർ നമ്മൾ എടുത്താൽ എന്ത് സംഭവിക്കും, A+D, A+2D എന്ന് പറഞ്ഞ് നമ്മൾ എടുത്താൽ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, A+A+A3A പ്ലസ് D+2D 3D ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ എന്ത് കിട്ടും, A+D. ആരാ കിട്ടുന്നേ, മിഡിൽ ടേം ആണ് കിട്ടുന്നത്. ഓക്കെ, ഓഡ് നമ്പർ ഓഫ് ആൾക്കാരെ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുന്നത്, മിഡിൽ ടേം ആണ് എപ്പോഴും കിട്ടുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ ദാറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആക്ച്വലി അത് അരിത്തമെറ്റിക് മീൻ എന്നാണ് പറയുന്നത്, അത് നമ്മൾ അടുത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് മിഡിൽ ടേംസ് ആണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് മിഡിൽ ടേംസ് കിട്ടുന്നുണ്ട്. നമ്മൾ ആ മിഡിൽ ടേംസിന് എന്തായിട്ട് എടുക്കാം, A ആയിട്ട് എടുക്കാം. ഓഡ് നമ്പറിൽ ആ മിഡിൽ ടേംസ് നമുക്ക് എന്തായിട്ട് എടുക്കാം, A ആയിട്ട് എടുക്കാം. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ നമുക്ക് A+D കിട്ടിയാൽ പിന്നെ അതിൽ നിന്ന് വേണ്ടി D കണ്ടുപിടിക്കാൻ A കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതേസമയം ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് A കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വേരിയബിൾ അറിയാം അല്ലെ, എന്ത് കണ്ടുപിടിച്ചാൽ മതി, രണ്ടാമത്തെ D മാത്രം കണ്ടുപിടിച്ചാൽ കുറച്ചുകൂടെ ഈസിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാനാണ്, അല്ലാതെ ചെയ്യുന്നത് തെറ്റാണെന്നോ ചെയ്യുന്നത് മോശമാണെന്നോ എന്നൊന്നും അല്ല, കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു മോഡൽ എഴുതുന്നത്. അപ്പൊ 3 കോൺസിക്യൂട്ടീവ് ടേമുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടേമുകൾ എങ്ങനെ വേണം എടുക്കാൻ, A-D, A+D. അതെങ്ങനെ വന്നു, മിഡിൽ ടേമിന് എന്തായിട്ട് നമ്മൾ എടുക്കുന്നു, A ആയിട്ട് എടുക്കുന്നു. എങ്കിൽ നമുക്കറിയാം അങ്ങോട്ട് പോകുമ്പോ D കൂടി പോകും അല്ലെ. അപ്പം 3ാമത്തെ ടേം വരുമ്പോ എത്ര വരും,
എ പ്ലസ് ഡി വരും. ഇനി തിരിച്ചു വരുമ്പോഴോ ഡി കുറഞ്ഞു കുറഞ്ഞു പോകണം. അപ്പൊ എന്ന് ഡി കുറയണം, എ മൈനസ് ഡി. അപ്പൊ 3 കോൺസിക്യൂട്ടീവ് ടേമുകളാണെങ്കിൽ എങ്ങനെ എടുക്കണം? എ പ്ലസ് ഡി, എ മൈനസ് ഡി, എ പ്ലസ് ഡി. ഇനി അവര് തമ്മിൽ സം ചെയ്ത് നോക്കിക്കേ നിങ്ങള്. എ പ്ലസ് 3 കിട്ടും. മൈനസ് ഡിയും ഡിയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഈസി ആയിട്ട് അവർ ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് എയിൽ മാത്രമായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ സമ്മ് ചെയ്യുമ്പോൾ എ കിട്ടും. ഇനി പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എക്ക് വരാ വാല്യൂ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ കിട്ടുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മോഡലിലോട്ട് എഴുതുന്നത്. ഇനി 4 കോൺസിക്യൂട്ടീവ് ടേംസിൽ ആരെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. 4 കോൺസിക്യൂട്ടീവ് ടേംസിൽ മിഡിൽ ടേം ആയിട്ട് ആരാണ് വരുന്നത്? 2 ആൾക്കാരാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ 2 പേരാണ് വരുന്നത്. അപ്പം അവിടെ നമുക്ക് ഒരു ആളായിട്ട് ഫിക്സഡ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓഡ് വരുമ്പോൾ ഒരാളെ നമുക്ക് എടുക്കാൻ പറ്റും, ഈവൻ വരുമ്പോൾ ഒരാളായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഇടയ്ക്ക് ഒരു എ ഉണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഇടയ്ക്കുള്ള ആൾക്കാരുടെ 2 പേരുടെ ഇടയ്ക്ക് ഒരു എ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തൊരു ഡിയും ഇപ്പുറത്തൊരു മൈനസ് ഡിയും കൊടുത്തു. ഇനി അപ്പൊ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്താ വരുന്നത്? ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് ഡി ആയിട്ടാണ് കിട്ടിയത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഈവൻ നമ്പർ ഓഫ് ടേംസ് എടുക്കും. അത് പലർക്കും തെറ്റുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഒന്നും കൂടെ എടുത്തു പറയുന്നത്. ഓക്കെ, ഈവൻ നമ്പർ ഓഫ് ടേംസ് നമ്മൾ എടുക്കും. ഇതൊക്കെ നിങ്ങൾ എഴുതും. എന്നിട്ട് അവരുടെ കോമൺ ഡിഫറൻസ് എന്തായിട്ട് എടുക്കും? ഡി ആയിട്ട് പറഞ്ഞു പോകും. ഇവിടെ നിങ്ങൾ കോമൺ ഡിഫറൻസ് ഡി അല്ല, നോക്കിക്കേ മിഡിലുള്ള ഇവിടെ നമുക്ക് എ ഒരു ഇമാജിനറി ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ്, അത് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ മിഡിലുള്ള ആൾക്കാർ ആരൊക്കെ എടുത്ത്? എ മൈനസ് ഡിയും എ പ്ലസ് ഡിയും. ഓക്കെ, അതെന്തുകൊണ്ടാ? അവര് ക്യാൻസൽ ആയി പോകും. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? എ പ്ലസ് ഡി മൈനസ് എ മൈനസ് ഡി. എയും എയും ക്യാൻസൽ ആയി പോകും. ഡി മൈനസ് മൈനസ് ഡി. മൈനസ് ഓഫ് മൈനസ് എന്താകും? പ്ലസ് ആകും. ഡി പ്ലസ് ഡി 2d ആകും. അപ്പൊ ഇവിടെ നമ്മൾ എത്രയാ കൂട്ടി പോകുന്നത്? 2d കൂടിയാണ് പോകുന്നത്. നോക്കിക്കേ, 2d അല്ലേ? ഡി പ്ലസ് 2d അല്ലേ 3d വരുന്നത്? ഓക്കെ, മൈനസ് ഡി പ്ലസ് മൈനസ് ഡി മൈനസ് 2d അല്ലേ 3d വരുന്നത്? മൈനസ് 3d വരുന്നത്. അപ്പൊ 2d ആണ് ഇവിടെ ചേഞ്ച് വരുന്നത്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഈവൻ നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് എടുക്കുമ്പോൾ കോമൺ ഡിഫറൻസ് നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? 2d ആയിട്ടാണ് എടുക്കുന്നത്. ഓഡ് നമ്പേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ കോൺസിക്യൂട്ടീവ് ടേംസ് എടുക്കുമ്പോൾ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് ഡി ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അത് നമ്മൾ എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ മൈനസ് 3ഡിയും പ്ലസ് 3ഡിയും ക്യാൻസൽ ആയി പോകും. മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എയിൽ മാത്രം കണക്ട് ചെയ്യുന്ന രീതി, അവരുടെ സം ചെയ്യുമ്പോൾ എ മാത്രം കണക്ട് ചെയ്യുന്ന രീതിക്ക് ഒരാളെ കിട്ടും, വാല്യൂ കിട്ടും. അപ്പൊ ഒരു വേരിയബിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ മറ്റേ മോഡൽ ചെയ്താലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എയും ഡിയും ഒക്കെ വെച്ച് കണക്ട് ചെയ്യുന്ന രീതിക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും ചില സമയത്ത്. അപ്പൊ നമുക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോ 3 കോൺസിക്യൂട്ടീവ് ടേംസ് വരുമ്പോ എങ്ങനെയാ എടുക്കുന്നത്? എ മൈനസ് ഡി, എ പ്ലസ് ഡി. ഓക്കെ, 3 കോൺസിക്യൂട്ടീവ് ടേമുകളുടെ സം ഇതാണ്, ഡിഫറൻസ് ഇതാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് എടുക്കുക. 4 വരുമ്പോഴോ നടുക്കത്തെ 2 ആൾക്കാർ എ മൈനസ് ഡി, എ പ്ലസ് ഡി എടുക്കുക. അങ്ങോട്ടപ്പോ എ പ്ലസ് 3d, ഇങ്ങോട്ട് എ മൈനസ് 3d. അങ്ങനെയാണെങ്കിൽ 5 വരുമ്പോഴോ 5 ഓടല്ലേ? ഓട് വരുമ്പോ മിഡിലുള്ള ആളാ, മൂന്നാമത്തെ ആൾ എന്തായിട്ട് എടുക്കാം? എ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങോട്ട് എന്ത് വരും? എ പ്ലസ് ഡി, എ പ്ലസ് 2d. ഇങ്ങോട്ടോ എ മൈനസ് ഡി, എ മൈനസ് 2d. ആ മോഡലിൽ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ടൈം എ മൈനസ് 2d ആയിട്ടാണ് എടുക്കുന്നത്. അടുത്ത 6th ടേം വരുമ്പോഴോ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പൊ മിഡിൽ വരുന്ന 2 ആൾക്കാർ എന്തായിട്ട് എടുക്കുക? എ മൈനസ് ഡിയും എ പ്ലസ് ഡിയും. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? 2d ആണ്. ഓക്കെ, അടുത്ത അങ്ങോട്ട് വരുമ്പോ എ പ്ലസ് 3d, എ പ്ലസ് 5d. ബാക്കിലോട്ട് വരുമ്പോഴോ എ മൈനസ് ഡി, എ മൈനസ് 3d, എ മൈനസ് 5d. ഓക്കെ, അപ്പൊ ആ ഒരു മോഡലാണ് എടുക്കുന്നത്. അപ്പൊ ഈ എടുക്കുന്ന രീതി ഒന്ന് അറിഞ്ഞിരിക്കുക. കോൺസിക്യൂട്ടീവ് ടേംസ് അതിൽ പ്രത്യേകിച്ചും 3ഉം 5ഉം ഒക്കെ നല്ല വൃത്തിക്ക് അറിഞ്ഞിരിക്കുക. 4ഉം അറിഞ്ഞിരിക്കുക. അത് 2d ആണ്, അത് ശ്രദ്ധിക്കുക കേട്ടാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത അരിത്തമെറ്റിക് മീൻ. എന്തിനാണ് അരിത്തമെറ്റിക് മീൻ? നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള മീൻ തന്നെയാണ്, നമ്പർ ബൈ സം. ആ ഒരു മോഡലൊക്കെ തന്നെയാണ് വരുന്നത്. സം ബൈ നമ്പർ, ആ ഒരു മോഡലൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനെ കണക്ട് ചെയ്തിട്ട് വരുന്ന അരിത്തമെറ്റിക് മീൻ എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, 2 ടേം ഉണ്ട്, എയും ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിലുള്ള അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്, ഓക്കെ, അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇഫ് 3 numbers എ ക്യാപിറ്റൽ എ ബി, ഓക്കെ, എ അരിത്തമെറ്റിക് മീൻ ബി എന്ന് പറയുന്നത് എന്തിലായിരിക്കും? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലായിരിക്കും. എ അരിത്തമെറ്റിക് മീൻ ബി എന്ന് പറയുന്നത് എന്തിലായിരിക്കും? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ
എ ഈക്വൽ ടു മിഡിൽ ടേം ഈക്വൽ ടു സം ഓഫ് ദ എൻഡ് ടേംസ് ബൈ 2 എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റും. മിഡിൽ ടേം ഈക്വൽ ടു സം ഓഫ് ദ എൻഡ് ടേംസ് ബൈ 2 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കിക്കേ, എ എഴുതിയാണ് എ ക്യാപിറ്റൽ എ ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം? ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ മൈനസ് എ ആണ്. ഓക്കെ, അത് ഏതിന് ഈക്വൽ ആണ്? ഡി എന്ന് പറഞ്ഞാൽ ബി മൈനസ് എയുമാണ്. ബി മൈനസ് എയുമാണ്. ഓക്കെ, അടുത്തടുത്ത രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സൈഡ് മാത്രമായിട്ടൊന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ എന്തുണ്ട്? എ ഉണ്ട്, അവിടുന്ന് മൈനസ് എ അപ്പുറത്ത് വരുമ്പോ എന്താകും? പ്ലസ് എ ആകും. ബി ഉണ്ട്, മൈനസ് എ അപ്പുറത്ത് പോകുമ്പോ പ്ലസ് എ ആകും. എ പ്ലസ് എ എന്താകും? 2a എന്താകും? ബി പ്ലസ് എ. ഓക്കെ, എ ഈക്വൽ ടു എന്താ എഴുതാം? ബി പ്ലസ് എനെ തിരിച്ചെഴുതിക്കൂടെ? എ പ്ലസ് ബി എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? ബൈ 2 പുറത്ത് വരുമ്പോ ബൈ ആകും. ഓക്കെ, അപ്പൊ എ പ്ലസ് ബി ബൈ 2 അതാണ്. അപ്പൊ മിഡിൽ ടേം ഈക്വൽ ടു സം ഓഫ് ദ എൻഡ് ടേംസ് ബൈ 2. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന? അരിത്തമെറ്റിക് മീൻ. ഓക്കെ, ആദ്യത്തതും മൂന്നാമത്തെ ടേം തമ്മിൽ കൂട്ടിയിട്ട് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിഡിൽ ടേം കിട്ടും. ഓക്കെ, അടുത്ത് പ്രോപ്പർട്ടീസ് ഓഫ് എൻ എപി. ഓക്കെ, എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് എൻ എപി? ചിലപ്പോൾ നിങ്ങൾ അരിത്തമെറ്റിക് മീനിന്റെ 3-4 ടേമുകൾ വെച്ചൊക്കെ ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ ഏത് ഐഡിയ എടുക്കേണ്ടേ? നേരത്തെ പഠിച്ച ഈ ഒരു ഐഡിയ ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ 3 പേര് വെച്ചിട്ട് അരിത്തമെറ്റിക് മീൻ പറയുകയാണ്. നടുക്കുള്ള ഒരു അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അവിടെ എത്ര ടേം ഉണ്ടാകും? 3 ടേം ഉണ്ടാകും. ഓക്കെ, നടുക്കുള്ള 2 അരിത്തമെറ്റിക് മീനുകൾ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എത്ര ടേം ഉണ്ടാകും? 4 ടേം ഉണ്ടാകും. ആ മോഡൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ലോജിക് ഐഡിയ ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. മെയിൻലി നമുക്ക് ഇതാണ് ഈ വർഷം പഠിക്കാനായിട്ടുള്ളത്. ബട്ട് ഇത് മറ്റേതും കൂടെ തിങ്ക് ചെയ്തിരിക്കുക. ഓക്കെ, ആ രീതിക്കാണ് എടുക്കേണ്ടതെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് പ്രോപ്പർട്ടീസ് ഓഫ് എൻ എ പി. എ പിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ വേണ്ടി പോകുന്നത്. രണ്ട് പ്രോപ്പർട്ടിയാണ്. സിമ്പിൾ പ്രോപ്പർട്ടിയാണ്. ഒന്നുമില്ല, 2 എ പി, 2 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ കൂട്ടിയാലോ കുറച്ചാലോ ഓക്കെ ഒരു ഫിക്സഡ് നമ്പർ കൂട്ടുകയോ ഒരു ഫിക്സഡ് നമ്പർ കുറയ്ക്കുകയോ ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? എ പി തന്നെ കിട്ടും. നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരേ എ പി ആയിരിക്കും. അവരുടെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, നമ്മൾ കൂട്ടിയാൽ കിട്ടുന്നത് പഴയതുമായിട്ടുള്ള എ പിയുടെയും കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. കുറച്ചാൽ കിട്ടുന്നതും പഴയതായിട്ടുണ്ടായിരുന്ന എ പിയുടെയും കോമൺ ഡിഫറൻസും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോ ഇഫ് സെയിം ഫിക്സഡ് നോൺ സീറോ നമ്പർ ഈസ് ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ടേം ഓഫ് എൻ എ പി. എ പിയുടെ എല്ലാ ടേമിൽ നിന്നും ഒരു ഫിക്സഡ് നമ്പർ കൂട്ടുകയോ ഒരു ഫിക്സഡ് നമ്പർ കുറയ്ക്കുകയോ ചെയ്താലും the resulting sequence is also an AP with the same common difference. Okay, റിസൾട്ട് ചെയ്യുന്നതും എ പി ആയിരിക്കും. അതിന്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് ഈച്ച് ടേം ഓഫ് എൻ ഗിവൺ എ പി ഈസ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡ് ബൈ എ ഗിവൺ നോൺ സീറോ ഫിക്സഡ് നമ്പർ. ഒരു എ പിയുടെ കൂടെ ഒരു ഫിക്സഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒരു ഫിക്സഡ് നമ്പർ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താലും റിസൾട്ട് ചെയ്യുന്ന എന്തിലായിരിക്കും? ഒരു എ പിയിലായിരിക്കും. ഓക്കെ, ഇനി അതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ കോമൺ ഡിഫറൻസിന്റെ കൂടെ ആ ഫിക്സഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസിന്റെ കൂടെ ആ ഫിക്സഡ് നമ്പർ ഡിവൈഡ് ചെയ്യുക. അതായിരിക്കും റിസൾട്ടിങ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രോബ്ലംസ് നിങ്ങൾക്ക് അല്ലാതെ തന്നെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഈ 2 പ്രോപ്പർട്ടിയും കൂടെ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. അപ്പൊ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്താലോ ഫിക്സഡ് നമ്പർ സബ്ട്രാക്ട് ചെയ്താലോ ഫിക്സഡ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലോ ഫിക്സഡ് നമ്പർ ഡിവൈഡ് ചെയ്താലോ ഒക്കെ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഒരു എ പി തന്നെ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസിലോട്ട് കിടക്കാം. 2024 സ്പെസിമെനിലെ ചോദ്യങ്ങളാണ്. കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. 24 നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു MCQ ഒരു മെയിൻ ക്വസ്റ്റ്യനും ആണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, സ്പെസിമെനില് എന്താണ് ഒരു MCQ മാത്രമേ വന്നിട്ടുള്ളൂ. ബട്ട് എന്നാലും ഒരു MCQ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലൊരു മെയിൻ ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാം. ഒരു 4 to 5 സ്കോർ. ഓക്കെ, അതായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള സാധ്യതയുള്ളത്. നമുക്ക് ആ ചോദ്യം നോക്കാം. The 7th term of the given arithmetic progression. ഓക്കെ, തന്നിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 7ാമത്തെ ടേം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാറ്റേൺ നോക്കാം. എന്ത് ചെയ്യാം? ആ ഒരു പാറ്റേൺ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചാടിക്കയറിയൊന്നും ഏറ്റവും എഴുതി വെച്ച് കളയല്ലേ, എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കളയല്ലേ, ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം പറയാം
എ ഈക്വൽ ടു എന്താണ്? എ ഈക്വൽ ടു 1/a. ഓക്കെ, ഫസ്റ്റ് നമുക്ക് T1 എടുക്കാം, അത് കുറച്ചും കൂടെ T1 ഫസ്റ്റ് T1 ഈക്വൽ ടു 1/a. ഓക്കെ, ഇനി ഡി കോമൺ ഡിഫറൻസ് എത്രയാ നോക്കിക്കേ. 1/a പ്ലസ് 1 മൈനസ് 1/a. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/a ക്യാൻസൽ ആയി പോകും, 1 കിട്ടും. 1 വെച്ച് കൂടിക്കൂടിയല്ലേ പോകുന്നത്. ഇവിടെ നിന്ന് 1 കൂടിയപ്പോ ഇവിടെ കിട്ടി, ഇവിടെ നിന്ന് 1 കൂടിയപ്പോ ഇത് കിട്ടി. ഇനി അടുത്ത് 1 കൂടി പോകും. അപ്പൊ 1 കൂടിക്കൂടിയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്ത് നോക്കാം. ഞാൻ ഇത് പറഞ്ഞുതരാൻ വേണ്ടി ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അടുത്ത് ടി എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ടി.n കണ്ടുപിടിക്കാനുള്ള ഫോർമുല a പ്ലസ് n മൈനസ് 1d ആണ് എന്ന് പറഞ്ഞ് അത് ഡയറക്റ്റ് ആയിട്ട് ആ എ അങ്ങനെ ഇട്ട് വെച്ചാൽ എ ഫസ്റ്റ് ടേമിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേമിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ T1 പ്ലസ് n മൈനസ് 1d ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് അങ്ങനെയാണെങ്കിൽ T7 എങ്ങനെ വരും? T7 ഈക്വൽ ടു T1 പ്ലസ് 6d ആണ് വരുന്നത്. ഫസ്റ്റ് ടൈം പ്ലസ് 6d ആണ് വരേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ടൈം എന്താണ്? അപ്പൊ T7 നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടൈം എന്താ? 1/a ആണ് ഫസ്റ്റ് ടേം. പ്ലസ് 6 ടൈംസ് d എത്രയാ? d 1 ആണ്. അപ്പൊ പ്ലസ് 6 ആണ്. നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട, ഇത് ഡയറക്റ്റ് കാണുമ്പോ തന്നെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഒന്ന് കൂടി രണ്ടാമത്തെ ടൈം ആകുമ്പോ 1 വരും, മൂന്നാമത്തെ ടൈം ആകുമ്പോ 2 വരും, അപ്പൊ ഏഴാമത്തെ ടൈം ആകുമ്പോ 6 വരും. 1+a എല്ലായിടത്തും ഉണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/a പ്ലസ് d ആണ്. 1/a പ്ലസ് 6 ആണ്. ഓക്കെ, അടുത്തത് the nth term of an arithmetic progression is given by the relation. ആ റിലേഷനിലാണ് nth term തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം അതിന്റെ കോമൺ ഡിഫറൻസ്. ആദ്യത്തെ ടേമും കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കുക. സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 25 ടേംസ്. ആദ്യത്തെ 25 ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കുക. ഇതാണ് 2 ടാസ്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാം. Tn തന്നിട്ടുണ്ട്. Tn എന്താ തന്നിട്ടുള്ളത്? Tn ഈക്വൽ ടു 6 ടൈംസ് 7 മൈനസ് n എന്ന് തന്നിട്ടുണ്ട്. Tn ഈക്വൽ ടു 6 ടൈംസ് 7 മൈനസ് n എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എന്താ? T1 ആണ് അല്ലേ? ഫസ്റ്റ് ടേം ഇവിടെ ക്യാപിറ്റൽ T യൂസ് ചെയ്യുന്നത് അതേ T തന്നെയാണ് യൂസ് ചെയ്യുന്നത്. T1 ആണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ടേം T1 ആണ്. അപ്പൊ എങ്ങനെ വരും? 6 ടൈംസ് 7 മൈനസ് 1 വരും. എന്നിന്റെ സ്ഥാനത്ത് എന്താ മക്കളെ കിടക്കുന്ന? 1 ആണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പൊ ഇതെങ്ങനെ വരും? 6 ടൈംസ് 6 വരും. ഓക്കെ, 6 ടൈംസ് 6 വരും. 6 ടൈംസ് 6 എത്രയാ? 6 ടൈംസ് 6 എന്ന് പറഞ്ഞാൽ 36. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം എത്രയാണ് മക്കളെ? 36 ആണ്. ഇനി കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്തും കൂടെ കണ്ടുപിടിക്കണം? സെക്കൻഡ് ടേമും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, സെക്കൻഡ് ടേം എത്ര വരും മക്കളെ? 6 ടൈംസ് 7 മൈനസ് 2 അഥവാ 6 ടൈംസ് 5 അല്ലെ? 6 ടൈംസ് 5 എത്ര കിട്ടും? 30 കിട്ടും. ചാടിക്കേറി വലുതിന്ന് ചെറുത് കുറച്ച് കളയരുത്. ഓക്കെ, ചാടിക്കേറി 36 മൈനസ് 30. അപ്പൊ കോമൺ ഡിഫറൻസ് d ആണ് എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് പോയത് തെറ്റിപ്പോവും. ഓക്കെ, വീണ്ടും എടുത്ത് പറയാണ്, ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ആവേശം കൂടുമ്പോഴാണ് പലപ്പോഴും പല തെറ്റുകളും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ആവേശം കുറച്ച് സമാധാനമായിട്ട് ചെയ്തു. കാരണം നമുക്ക് ഇവിടെ അറിയാം d എന്ന് പറഞ്ഞാൽ സക്സീഡിങ് ടേം മൈനസ് പ്രിസീഡിങ് ടേം ആണ്. സക്സീഡിങ് ടേം എന്താ? T2 ആണ്. T2 മൈനസ് T1 ആണ്. ഓക്കെ, അപ്പൊ T2 എത്രയാ? 30 ആണ്. 30 മൈനസ് 36 ആണ്. 36 മൈനസ് 30 ആണോ? അല്ല, 30 മൈനസ് 36 ആണ്. ഇവിടെ നമുക്ക് സീക്വൻസ് കുറഞ്ഞാണ് വരുന്നത്. സീക്വൻസ് കുറഞ്ഞു വന്നാൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നെഗറ്റീവ് ആണ് കിട്ടേണ്ടത്. നോക്കിക്കേ, 30 മൈനസ് 36 എന്താ? രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സിന്റെ ഡിഫറൻസ്. എന്താണ്? ഡിഫറൻസ് എടുത്തിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. ഡിഫറൻസ് 6 ആണ്, വലുത് ഏതാണ്? 36 ആണ്. വലുതിന്റെ ചിഹ്നം എന്താണ്? നെഗറ്റീവ് ആണ്. സോ കോമൺ ഡിഫറൻസ് d എന്ന് പറഞ്ഞാൽ എന്താണ്? -6 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ടേം a ഈക്വൽ ടു 36, കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു -6. T3 വേണമെങ്കിൽ നോക്കിക്കേ. 6 ടൈംസ് 7 മൈനസ് 3. 7 മൈനസ് 3 4 ആണ്. ഓക്കെ, 4 ടൈംസ് 6 24 ആണ്. നോക്കിക്കേ, 6 അടുത്ത് -6 കൂടെ ആഡ് ചെയ്താൽ 24 കിട്ടും. ഓക്കെ, അപ്പൊ 6 കുറഞ്ഞാണ് പോകുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 25 ടേംസ്.
25 ടേംസിന്റെ സം കണ്ടുപിടിക്കാം. ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം. ഒന്നുകിൽ Sn ഈക്വൽ ടു 2a plus n/2 into 2a plus n minus 20 ഫോർമുലയിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ 25th ടേം ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് Sn ഈക്വൽ ടു n/2 into a plus l ലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഏത് വേണം ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഡയറക്റ്റ് മറ്റേ ഫോർമുല ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ Sn നമുക്കറിയാം, Sn ഈക്വൽ ടു n/2 into 2a plus n minus 1 d ആണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുത്ത 25, S25 എന്ത് വരും, S25 ഈക്വൽ ടു 25/2 ടൈംസ് 2 ടൈംസ് a എത്രയാണ് മക്കളെ, a എന്ന് പറഞ്ഞാൽ 36 ആണ്, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ 36 പ്ലസ് n മൈനസ് 1, n എന്ന് പറഞ്ഞാൽ എത്രയാ 25, 25 മൈനസ് 1 എത്രയാ 24. ഓക്കെ, ടൈംസ് d എത്രയാ മക്കളെ 6 ആണ്. സോറി, d എത്രയാണ് 6 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കുക. നമുക്ക് ഇവിടെ നിന്ന് ആക്ച്വലി കോമൺ ആയിട്ട് എടുക്കാനുള്ള എടുത്തിട്ട് ചെയ്യുന്നതിന് കുറച്ചും കൂടി ഈസി. ഓക്കെ, അപ്പൊ ഇത് എന്ത് വരും 25/2. ഇവിടെ നിങ്ങൾക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുശേഷം സം ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം, കുറച്ചും കൂടി വലിയ ആൻസേഴ്സ് ഒക്കെ കിട്ടും. നമ്മൾ മെന്റൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ളതൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കുറച്ചും കൂടെ ഈസിയാണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും, ഇവിടെ നമുക്ക് എന്തെടുക്കാം പുറത്ത് നോക്കിക്കേ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ നമുക്ക് എന്തുണ്ട് 8 ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എന്തുണ്ട് 16 ഉണ്ട്. ഓക്കെ, ഇവിടെ അതുപോലെ 16 ഉണ്ടോ നോക്കാം, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ 8 നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പുറത്തെടുക്കാം, 8 പുറത്തെടുക്കാം. ഓക്കെ, 8 പുറത്തെടുത്താൽ എന്ത് വരും, ഇവിടെ മൊത്തം 72 ആണ്. അതിൽ നമുക്ക് ഇവിടെ നമ്മൾ 2 എടുത്തു, ഇവിടെ നമ്മൾ 4 എടുത്തു. അപ്പൊ ബാക്കി എന്താ ഉള്ളത് 9 ആണുള്ളത്. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ, ഒറ്റ ടേം ആണ്, അതാണ് ഞാൻ അങ്ങനെ എടുത്തത്. പ്ലസ് ഇവിടുന്ന് 24 നമ്മൾ 8 പുറത്തെടുത്താൽ ബാക്കി എന്തുണ്ട് 3 ഉണ്ട്. 3 ടൈംസ് 6 എത്ര വരും, 3 ടൈംസ് 6 എന്ന് പറഞ്ഞാൽ 18 ആണ്. ഓക്കെ, ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി ഒക്കെ നിന്നാൽ കുറച്ചും കൂടെ വലുതായിട്ട് പോകത്തേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ സമയം കുറെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് 2, ഇവിടെ നിന്ന് 2ഉം ഇവിടെ നിന്നുള്ള 4ഉം കൂടെ ആകുമ്പോൾ 8 മൊത്തത്തിൽ ഇവിടെ നിന്ന് 2 ടൈംസ് 4 8 ആണ്. അപ്പൊ 8 പുറത്തെടുക്കാം. അപ്പൊ ഇവിടെ 36 ബാക്കി 9 മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, അടുത്ത് ഇവിടെ നമ്മൾ 8 പുറത്തെടുക്കുമ്പോൾ ഇവിടെ 3 ഉണ്ട്. 3 ടൈംസ് 6 എന്ന് പറഞ്ഞാൽ എന്താണ് 18 ആണ്. അപ്പൊ മൊത്തത്തിൽ 8 പുറത്തു വന്നു. ഇനി ഇവിടെ ക്യാൻസൽ ചെയ്യാം. 2 ഒരു പ്രാവശ്യം, 8 4 പ്രാവശ്യം. ഓക്കെ, അപ്പൊ എന്ത് വരും, ഇവിടെ എന്ത് വരും 25 into 4, 25 into 4 എത്രയാ 100 ആണ്. ഓക്കെ, ടൈംസ് 9 plus 18. 9, അയ്യോ d -6 അല്ലേ, അത് ശ്രദ്ധിക്കണം കേട്ടോ, മാറിപ്പോയി, ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാ. ഇവിടെ d എന്ന് പറഞ്ഞാൽ എന്താണ്, d എന്ന് പറഞ്ഞാൽ -6 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണേ. അപ്പൊ ഇവിടെ എന്ത് വരും, ഇതിന്റെ ഇടയ്ക്ക് എന്ത് വരും, നെഗറ്റീവ് വരും. എന്ത് വരും, നെഗറ്റീവ് വരും. ചിഹ്നങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ 3 ടൈംസ് -6 ആണ്, -18 ആണ്. ഓക്കെ, -18 എത്ര വരും, 9 minus 18. 9 minus 18 എത്ര വരും മക്കളെ, -9 വരും. അപ്പൊ ഇവിടെ സം എത്രയാ വരുന്നത്, -900 ആണ് വരുന്നത്. S25 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാ, -900 ആണ്. നിങ്ങൾക്ക് ഇതുപോലെ അത്യാവശ്യം കുറച്ചും കൂടെ ഈസി ആയിട്ട് മെന്റൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. എല്ലാം അല്ല, മോസ്റ്റ് ഓഫ് ഇതും ചോദിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാനൊക്കെ ക്ലബ് ചെയ്ത് പുറത്തെടുക്കാൻ പറ്റുന്നൊക്കെ എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അല്ലാതെ ഞാൻ ഇപ്പോഴും എന്താണ് നമ്മള് മൾട്ടിപ്ലൈ ചെയ്ത് നമ്പറൊക്കെ വലുതാക്കി വെച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കും. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എടുത്ത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് എന്തെങ്കിലും കാൽക്കുലേഷൻസ് ആയിട്ട് ചെയ്യേണ്ടി വന്നോ, ഇല്ല. മാക്സിമം അങ്ങനെയുള്ള രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ചിഹ്നങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. അടുത്തത്, which of the following is or are an arithmetic progression? ഓക്കെ, തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നാണ് ചോദിച്ചത്. ചെക്ക് ചെയ്യുന്ന എങ്ങനെ ചെക്ക് ചെയ്യാം നോക്കിക്കേ, ഡിഫറൻസ് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഏതെടുക്കാം, 1 4 9 16 എന്ന് പറഞ്ഞു പോകുന്ന എടുക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 4 - 1 3 ആണ്, 9 - 4 5 ആണ്. അപ്പൊ ഇത് AP ആവോ നോക്കിക്കേ, ഡിഫറൻസ് സെയിം ആണോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ എത്ര വന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ 3 കൂടി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് +3 ആയി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ +5 ആയി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോ എത്തായി +7 ആയി. നമുക്ക് അതൊന്നും നോക്കേണ്ടായില്ല. ഇവിടെ അപ്പൊ നമുക്ക്
നോക്കിക്കേ, സെയിം നമ്പർ ആണോ ഫിക്സഡ് നമ്പർ ആണോ ആഡ് ചെയ്യുന്ന? നോ. സോ ഇതെന്താണ്? നോട്ട് AP. ഓക്കെ, അതെന്തല്ല? AP അല്ല. അടുത്ത എന്താ? √3, 2√3. കാണുമ്പോ ചാടിക്കേറി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3 കൊണ്ട് മൾട്ടിപ്ലൈ, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. AP അല്ല എന്നൊന്നും ചിന്തിക്കരുത്, സെയിം രീതിക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലാവും. 3√3, 4√3 എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എടുത്ത് നോക്കാം. 2√3 മൈനസ് √3. 2√3 ന്ന് 1√3 കുറച്ച് എത്ര കിട്ടും? 1√3 കിട്ടും. ഓക്കെ, അടുത്ത് 3√3 മൈനസ് 2√3. 2√3, 3√3 ന്ന് 2√3 കുറച്ച് എത്ര കിട്ടും? 1√3 കിട്ടും. നോക്കിക്കേ, √3 കൂടിയല്ലേ പോകുന്ന. ഇവിടെ നമ്മൾ √3 ആഡ് ചെയ്യുമ്പോൾ 2√3 ആയി. ഓക്കെ, അപ്പൊ പ്ലസ് √3. ഇവിടെ നേരത്തെ √3 ആഡ് ചെയ്തപ്പോ 3√3 ആയി. ഇനി അടുത്തത് എല്ലാം കറക്റ്റ് ചെയ്ത് വരണം. തന്നിട്ടുള്ള എല്ലായിടത്തും അത് കറക്റ്റ് ചെയ്ത് വരണം. ഓക്കെ, 4√3 മൈനസ് 3√3 എന്ത് വന്നു? അതും √3 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നതും √3 ആണ് ആഡ് ചെയ്ത് പോയത്. അപ്പൊ √3 ആഡ് ചെയ്താണ് പോകുന്നത്. സോ അതുകൊണ്ട് എന്താണ്? AP. അതെന്താണ്? AP ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈം അല്ല നോക്കേണ്ടത്, കൂടി പോകുന്ന ഫിക്സഡ് നമ്പർ ആണോ നോക്കുക. ഇനി അടുത്തത് ഇവിടെ ആക്ച്വലി ഇവിടെ തന്നെ നമുക്ക് ഉത്തരം പറയാം. അല്ല, ഓൺലി 2 and 3 ഉണ്ട്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ എന്താ? 8, 6, 4, 2 അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? 6 മൈനസ് 8. 6 മൈനസ് 8 എന്താ? -2. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോ എന്താണ്? -2 ആണ് കൂടിയത്. ഓക്കെ, അടുത്ത് 4 മൈനസ് 6. 4 മൈനസ് 6 എന്താ? -2. അതും എന്താണ്? -2 ആണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴും -2 ആണ് കൂടിയത്. അടുത്ത് 2 മൈനസ് 4. 2 മൈനസ് 4 എന്താ? -2. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴും എന്താണ്? -2 ആണ് കൂടിയത്. അപ്പൊ -2 കൂടിയാണ് പോകുന്നത്. ഫിക്സഡ് നമ്പർ അല്ലേ കൂടിപ്പോയത്? ഫസ്റ്റ് ടൈം ഫിക്സഡ് നമ്പർ സെയിം ആവണമെന്നുണ്ടോ? ഇല്ല. ഓക്കെ, അത് സെയിം ആവാതിരിക്കാം, അതൊന്നും നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല. ഒരു ഫിക്സഡ് നമ്പർ ആണോ കൂടിപ്പോയത് എന്ന് മാത്രമേ നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഫിക്സഡ് നമ്പർ ആണ് കൂടിപ്പോയത്, അതുകൊണ്ട് ഇതെന്താണ്? ഇറ്റ്സ് എൻ AP. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് AP? രണ്ടാമത്തതും മൂന്നാമത്തേണ് AP. ആദ്യത്തെ എന്തല്ല? AP അല്ല. സോ നമുക്ക് എന്ത് പറയാം? ഓൺലി 2 and 3. ഓക്കെ, 2ഉം 3ഉം ആണ് AP ആയിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ഒന്നും എഴുതണമെന്നൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫിക്സഡ് നമ്പർ ആണോ കൂടി പോകുന്നത് നോക്കുക. ആദ്യത്തെ ഡിഫറൻസ് ഒക്കെ 3 കൂടിയാണോ പോകുന്നത്? അല്ല. അടുത്ത് ഇവിടെ ഡിഫറൻസ് നോക്കുമ്പോൾ √3 കൂടി. യെസ്. അടുത്ത ഇവിടെ നോക്കുമ്പോൾ 2 കുറഞ്ഞാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇനി അതുപോലെ 2 കുറഞ്ഞാണോ പോകുന്നത് നോക്കുക. ആണ്. അത്രയും ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യമാണ് 2024-ലും 24 സ്പെസിമെനിലും ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ചോദ്യം ഉള്ളൂ എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ബാക്കി എന്ത് ചെയ്യുക? ടെക്സ്റ്റിലെ ചോദ്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് അതിന് മുമ്പുള്ള വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് എല്ലാം ഒന്ന് നോക്കുക. ഓക്കെ, നമുക്ക് ഇനി അതിന്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങൾ വരുന്നുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം പരീക്ഷയോട് അടുപ്പിച്ച്. ഓക്കെ, അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആകെ 1-2 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണ്ട. നമ്മൾ ജസ്റ്റ് ഇപ്പൊ 2024 സ്പെസിമെനിലെയും ചോദ്യം വർക്ക്ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകിച്ച് വെറൈറ്റി ഓഫ് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന പോസിബിലിറ്റിയാണ്. പക്ഷെ ചെയ്യേണ്ട എല്ലാം സിമ്പിൾ ആണ്. അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും വെറൈറ്റി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അയക്കുക. ഓക്കെ, മെയിൽ അയക്കാനൊന്നും മറക്കരുത്. നമ്മൾ മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറയുന്നത് പോലെയാണ്. എന്താണ്, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെയിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ മെയിൽ അയക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റിൽ ഇന്ന ചാപ്റ്ററിന് ഇന്ന എക്സസൈസിൽ ഇന്ന ചോദ്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മെൻഷൻ ചെയ്താൽ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് വേറെ എന്തെങ്കിലും എവിടെ നിങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലും ക്വസ്റ്റ്യനോ കാര്യമോ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു, ഡൗട്ട് ഉണ്ട് എന്നാണെങ്കിൽ ജസ്റ്റ് ടേക്ക് എ സ്നാപ്പ് ആൻഡ് സെൻഡ് ഇറ്റ് വിയാ ദ മെയിൽ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമ്മളുടെ എന്ത് ചെയ്യാം? നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കാം. അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിന്റെ അകത്ത് എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എനിത്തിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കംപ്ലീറ്റ്ലി റെഡിയാണ്. ധൈര്യമായിട്ട് ചെയ്യുക. പിന്നെ എന്താണ് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഈ വീഡിയോ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ള ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്നിട്ട് എല്ലാവരും കൂടെ വീഡിയോ കണ്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ PDF ആണെങ്കിൽ അതും ജസ്റ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് PDF ഇതിന്റെ നമ്മൾ എഴുതിയ നോട്ട്സ് കാര്യങ്ങളൊക്കെ PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. സോഫ്റ്റ് കോപ്പി അയച്ചു തരാം. ഓക്കെ, ഹാർഡ് കോപ്പി ഇപ്പൊ തൽക്കാലം നമ്മളിപ്പോൾ ആർക്കും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബട്ട്
നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെ ആക്കി നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് അയച്ചു തരുന്നതാണ്. അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ തൽക്കാലം നമ്മൾ സോഫ്റ്റ് കോപ്പി PDF ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് അറിയിച്ചാൽ മതി, അത് എത്തിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാം നമ്മൾ ഇതിന്റെ ഒരു 10 ICC റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മാത്സിന്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.